നമുക്കിപ്പോൾ ഒരു കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അറിയാവുന്ന ആളുകളോട് ചോദിക്കും. നമ്മൾ ചോദിക്കുന്ന ആൾക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ പറയും, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിച്ചോളൂ, അതല്ലെങ്കിൽ ഞാനത് ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണല്ലോ സാധാരണഗതിയിൽ സംഭവിക്കുക. എന്നാൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അത് മുഹമ്മദ് നബിയുടെ കാലം മുതലേ അങ്ങനെയാണ്. മുഹമ്മദ് നബിയോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ദൈവവുമായി നേരിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഇനി ഇതൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്, ആരും പ്രത്യേകിച്ച് ചോദ്യമൊന്നും ചോദിക്കുന്നില്ലെങ്കിൽ മുഹമ്മദ് നബി അങ്ങോട്ട് വിളിച്ച് ചോദിക്കും, അല്ല അങ്ങോട്ട് നോക്ക്, അണക്കിപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയോ? അപ്പോൾ കേൾക്കുന്നവൻ എന്ത് പറയണം? അള്ളാഹ്ക്കും അവൻ്റെ റസൂലിനല്ലേ എല്ലാം അറിയാം എന്ന് പറയണം. അതാണ് സന്തോഷം, അതാണ് ബഹുമാനം. അങ്ങനെ പറയും. അപ്പോൾ മുഹമ്മദ് നബിക്ക് ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് മുഹമ്മദ് നബി പറഞ്ഞു കൊടുക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അബൂദറിനെ അനക്ക് അറിയോ എന്ന് മുഹമ്മദ് നബി ചോദിക്കും. അപ്പോൾ അബൂദർ പറയും, അത് അള്ളാഹ്ക്കും അള്ളാഹിൻ്റെ റസൂലിനെല്ലാം അറിയാം. അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു കൊടുക്കും, എന്നാ ഇങ്ങോട്ട് വാ അബൂദറെ, ഞാൻ പറഞ്ഞു തരാം. ഇതിങ്ങനെ പോയിട്ടൊരു ചെളിക്കുണ്ടിൽ അസ്തമിക്കും. അപ്പോൾ ഇത് വേറെ ഒരാൾ കണ്ട് നരേറ്റ് ചെയ്ത കാര്യം മുഹമ്മദ് നബി ഒരു ചരിത്ര സംഭവം വിവരിക്കുകയാണെന്നൊക്കെ ഒരു ന്യായം പറയൂ കേട്ടോ, ആയിക്കോട്ടെ. എന്നിട്ട് ഇത് എവിടത്തേക്കാണ് പോകുന്നത്? ഇത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ പോയി സുജൂദിലിരിക്കും, അല്ലെങ്കിൽ അവിടെ വിശ്രമിക്കും. നേരം വെളിച്ചാവുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിയിൽ സൂര്യൻ ഉദിക്കേണ്ട സമയമാകുമ്പോൾ അർശിൻ്റെ അടിയിൽ നിന്ന് തോണ്ടിയിട്ട് സൂര്യൻ അള്ളാഹിനോട് ചോദിക്കും, അല്ല പഠിച്ചോനെ, ഞാൻ നഞ്ഞി പോയി ഉദിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അള്ളാഹ് സമ്മതം കൊടുത്താൽ അങ്ങനെ കിഴക്ക് ഭാഗത്ത് വന്ന് ഉദിച്ച് വീണ്ടും നമുക്ക് പ്രകാശം തന്ന് ശുക്കൂർ പറഞ്ഞതുപോലെ ഇല്ല എന്ന് പറയുന്ന ഇടയിൽ 500 വർഷത്തെ വഴിദൂരമൊക്കെ സഞ്ചരിക്കുന്ന അത്രയും വേഗതയിൽ ഇത് തിരിച്ച് വീണ്ടും അള്ളാഹുവിൻ്റെ അർശിൻ്റെ അടിയിൽ തന്നെ പോയി രാത്രി വിശ്രമിക്കും. രാവിലെ സമ്മതം ചോദിക്കും, യാത്ര ചെയ്യും, വിശ്രമിക്കും. ഇതാണ് അതിൻ്റെ ഒരു രീതി. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് ചോദിച്ച് ഉത്തരം പറയാൻ മുട്ടി, അല്ലെങ്കിൽ അവർ പുകഴ്ത്തുന്നത് കേൾക്കാൻ മുട്ടി, മുഹമ്മദ് നബി അങ്ങോട്ട് ചോദിച്ച് അവർ അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മുഹമ്മദ് നബി അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞ മണ്ടത്തരങ്ങൾ മാത്രം സഹിഹായ ഹദീസുകളിൽ നിന്ന് എടുത്ത് പരിശോധിച്ചാൽ ശുക്കൂർ വരിക്കോടനൊക്കെ ഒരു 30 കൊല്ലം 40 കൊല്ലം ജോലി ചെയ്യാനുള്ള സാധനം അതിനകത്തുണ്ടാവും എന്നുള്ളതാണ് വസ്തുത. ഇതുപോലെ തന്നെയാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബിയുടെ കാലം തൊട്ട് ഇങ്ങോട്ട് ഇമാമുമാരായിട്ടുള്ള ആൾക്കാർ, വലിയ വലിയ പണ്ഡിതന്മാർ, നമ്മുടെ നാട്ടിലുള്ള നാടൻ മൂല്യന്മാർ, ഇവരോടൊക്കെ വിശ്വാസികളെ സംബന്ധിച്ച് എന്തിനും ഏതിനും സംശയം ചോദിക്കുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട്. ഉസ്താദിനോട് ചോദിക്കാം, അല്ല ഉസ്താദെ, നമ്മൾ ഇടത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കാൻ പറ്റുമോ? വലത്തെ കാല് തുമ്മുമ്പോൾ നമ്മൾ എന്താ പറയുക, കണ്ണ് തുറക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഒരാവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ ചോദ്യം ചോദിക്കുമ്പോൾ കേൾക്കുന്ന ഉസ്താദ്, ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ ഒന്നും കാര്യമില്ല, ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ ചോദിക്കുന്നത്, ഇതൊക്കെ വലിയ കാര്യമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചിട്ട് ആ ചോദ്യകർത്താവിനെ ഇത്തരം അനാവശ്യ ചോദ്യങ്ങളിൽ നിന്ന് വിലക്കോ? ഇല്ല. ഉസ്താദിന് അത് പറഞ്ഞു കൊടുക്കാൻ വലിയ മസ്അലകൾ ഉണ്ടാവും. ഉസ്താദ് വലിയ വലിയ മസ്അലകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു രീതി. നമ്മൾ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാലേ മൂത്രപ്പുര ഉണ്ടാവും. അപ്പോൾ മൂത്രപ്പുരയിൽ ഇരുന്ന് മൂത്രമൊഴിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ തല മറക്കുക എന്ന് എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ എന്താ പറയുക, പാദരക്ഷകൾ ഉപയോഗിക്കുക എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതിന് കൂടെ എഴുതി വെച്ചിട്ടുണ്ടാവും മൂത്രത്തിൽ തുപ്പരുത്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വരും കേട്ടോ. നമ്മൾ ഈച്ചശാസ്ത്രം പോലെ ഒരു സാധനം അവരെ കറങ്ങി നടക്കുന്നുണ്ട്. അതല്ല ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി ഉസ്താദിനോട് ചോദിക്കുകയാണ്, അല്ല ഉസ്താദെ, നമ്മൾ മൂത്രത്തിൽ തുപ്പരുത് എന്ന് വായിച്ചിട്ടുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്, നമ്മൾ തുപ്പലിലേക്ക് മൂത്രമൊഴിക്കാൻ പാടുണ്ടോ എന്നാണ് കുട്ടിയുടെ സംശയം. എന്ന് പറഞ്ഞതുപോലെ വിശ്വാസികളെ സംബന്ധിച്ച് എല്ലാത്തിനും എപ്പോഴും സംശയമാണ്. ഉസ്താദുമാർക്കാണെങ്കിൽ എത്ര ഉത്തരം പറഞ്ഞാലും പൂതി തരാതെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ അബോർഷനുമായി ബന്ധപ്പെട്ട് ഉസ്താദിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരാൾ ചോദിക്കുകയും ഉസ്താദ് അതിന് മറുപടി പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്ത ഒരു ചോദ്യവും ഉത്തരവും ഇന്നത്തെ കാലത്ത് ഒരു ഉസ്താദ്, പണ്ടത്തെ ഒരാൾ ഉസ്താദിനോട് ചോദിച്ച് ഉസ്താദിന് മറുപടി പറഞ്ഞ കാര്യം വേറെ ആരോ എഴുതി വെച്ചത് ഇപ്പോൾ അറബിയിലൊക്കെ വായിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. കേട്ടു നോക്കാം.
മറ്റൊരു ചോദ്യം, ഹൽ സഹീഹുൻ അന്ന ഇസ്ഖാത്തൽ മർഅതി ലിൽ ജനീൻ ഹുവ മിനൽ ജിന്നി വശയാത്തീൻ? ചില സ്ത്രീകൾക്ക് അവരുടെ വയറ്റിൽ വെച്ച് കുട്ടി മരണപ്പെട്ടിട്ട് അങ്ങനെ ആ ഗർഭം അലസിപ്പോകുന്നു. ഇതിൽ ജിന്നിന് ശൈത്താനുകൾക്ക് വല്ല പങ്കുമുണ്ടോ എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി? അപ്പം ഗർഭത്തിൽ കുഞ്ഞ് മരിച്ചു പോകുന്ന അവസ്ഥ പലരിലും കണ്ടുവരുന്നു. ഉസ്താദെ, ഇതിൽ ജിന്നുകൾക്ക് വല്ല പങ്കുമുണ്ടോ? അതായത് ഈ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിൻ്റെ മരണത്തിൽ ജിന്നുകൾക്ക് പങ്കുണ്ടോ എന്നാണ് ചോദ്യം. ചോദിക്കപ്പെട്ട ഉസ്താദിന് ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. പിന്നെന്താ, ഒരു സംശയമല്ല, ഉണ്ട്. പിന്നെ അതെങ്ങനെയാണ് എന്നൊക്കെ വിശദീകരിക്കുകയാണ്. അതായത് ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു കുഞ്ഞ് മരണപ്പെടുമ്പോൾ അതിൻ്റെ കാരണം ജിന്നാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഉസ്താദ് വിശദീകരിക്കുന്ന ഭാഗം. അതേ, പങ്കുണ്ട്. ഖദ് തുഅസ്സിറു ശയാത്തീൻ, പിശാചുക്കൾ അതിൽ സ്വാധീനിക്കുന്നുണ്ട്. തദ്രിബു ബത്നൽ മർഅ വതുസബ്ബിബു സുഖൂതൽ ജനീൻ, സ്ത്രീയുടെ വയറിന് പിശാച് അടിക്കുകയും അങ്ങനെ ആ കുഞ്ഞ് അബോർഷൻ സംഭവിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇദാ ഖാഫത്തിൽ മർഅതു മിനശ് ശയാത്തീൻ ഫഇന്നഹും യദുറൂനഹാ, വല്ലാതെ പിശാചിനെ പേടിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പിശാച് അവരെ കളിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യും. ഫഇന്നഹും യദ്രിബൂനഹാ വയുസ്ഖിതൂന ഹംലഹാ ഔ യഖ്തുലൂനഹു, അങ്ങനെ അവർ സ്ത്രീകളെ അടിക്കുകയും അല്ലെങ്കിൽ അവരുടെ വയറ്റിന് അടിക്കുകയും അങ്ങനെ ആ കാരിയിങ്, ആ ഗർഭം അലസാൻ അത് കാരണമായി തീരുകയും ആ കുഞ്ഞിനെ കൊല്ലുകയും ചെയ്യുന്നു. ഔ യഖ്തുലൂനഹു, ആ കുഞ്ഞിനെ കൊല്ലാൻ വരെ ശൈത്താൻ കാരണമായി തീരുന്നു. ഇതിൽ ഷെയ്ത്താൻ എന്ന് പറഞ്ഞിടത്ത് ഞാൻ ഒരു ഭാഗത്ത് ജിന്നെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അത് പൊക്കി പിടിച്ചുകൊണ്ട് ഷുക്കൂർ ഒന്നും വീഡിയോ കട്ട് ചെയ്ത് വരണ്ട. ഈ ഷെയ്ത്താൻ എന്ന് പറയുന്നത് ജിന്നിൽ തന്നെ പെട്ട ഒരാളാണ് കേട്ടോ. അള്ള പണ്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോയതാണ്. എൻ്റെ അടുത്ത് വാക്കുപിഴ വന്നതാണ്. ഷെയ്ത്താന് പങ്കുണ്ടോ എന്നാണ് ചോദ്യം. ഇനി ഈ ഷെയ്ത്താനുമായി ബന്ധപ്പെട്ട്, ഷെയ്ത്താന് ഗർഭവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നതിന് വേറെയും സംഭവങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ മതപരമായ പ്രാർത്ഥനകൾ ചൊല്ലാതെ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ അതിനിടയിലൂടെ നുഴഞ്ഞു കയറും ഇബിലീസ് എന്ന്, ഇബിലീസ് ഇതിൻ്റെ കൂടെ കൂടും എന്നൊക്കെ വൃത്തികേടുകൾ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥം വായിച്ചിട്ടില്ലാത്ത ഒരാളായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗർഭം അലസുന്നതിൻ്റെ നിരവധി കാരണങ്ങളിൽ ശാസ്ത്രലോകം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഈ മഹാത്ഭുതം അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട അറിവ് എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖകളിൽ ഗവേഷണം നടത്തുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു ഉസ്താദ് റോസ്റ്റുമായി വീണ്ടും കാണാം.